ശ്രീ പി ജെ വിൻസെന്റ്, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വ്യോമസേന പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മുൻപിലാകെയുള്ളത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. മറ്റു ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്, അത് വിശ്വസിക്കരുത് എന്ന് പറയുന്നു. നമ്മൾ അതിർത്തിയിൽ ഇതാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി 11:00 ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് പറയുന്നത് ഭീകരവാദികൾക്കെതിരായുള്ള പോരാട്ടം തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്? യെസ്, അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ സൈനിക നീക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആന്റി ടെററിസം ഓപ്പറേഷൻസ് ആണല്ലോ. അപ്പോൾ ആന്റി ടെററിസം ഓപ്പറേഷൻ 2001 മുതൽ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം, അമേരിക്ക പ്രഖ്യാപിച്ച ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധവും കൂടി കണ്ണി ചേർത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ അതിനുശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളോടും അതിനോട് ഇന്ത്യ പ്രതികരിച്ച ഘട്ടങ്ങളിലെല്ലാം ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് നേരത്തെ എടുത്തിരുന്നിട്ടുള്ള നിലപാടാണ്. അപ്പോൾ ഇവിടെ പഹൽഗാം ആക്രമണത്തിനെ തുടർന്ന് 26 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരു ആന്റി ടെററിസം മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ആണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമില്ല. അതൊരു ആന്റി ടെററിസം ഓപ്പറേഷൻ ആണ്. കാരണം ടെററിസം അവസാനിച്ചിട്ടില്ല. ഇന്ത്യയിലേക്ക് ടെററിസം കയറ്റി അയക്കുന്ന ഏതാനും ടെറർ ഫാക്ടറികൾ തകർത്തു എന്നതേ ഉള്ളൂ. അപ്പോഴും അതിന്റെ അത്യുന്നത നേതാക്കളായിട്ടുള്ള ഹിസ്ബുൾ മുജാഹിദിന്റെ നേതാവ് സയ്യിദ് സലാഹുദ്ദീനോ ഹാഫിസ് സയ്യിദോ അതല്ലെങ്കിൽ സയ്യിദ് അഷർ, ഇവരൊക്കെ ഇപ്പോഴും പാകിസ്ഥാനിലുണ്ട്, സുരക്ഷിതരായിട്ടുണ്ട്. അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെയുണ്ട്. അതുപോലെ മറ്റ് പ്രോക്സി ഓർഗനൈസേഷനുകൾ വളരെ ആക്റ്റീവാണ്. അതുകൊണ്ട് ടെററിസത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതായത് ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നുള്ളത്, അതിനപ്പുറത്തേക്ക് ഇവിടെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നത് അമേരിക്കയുടെ ഈ വിഷയത്തിന് മേലുള്ള ഇടപെടൽ എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്ന് ആദ്യം ലോകത്തെ അറിയിച്ച ഡൊണാൾഡ് ട്രംപാണ്. അതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷം ഇതാ പാർലമെന്ററി യോഗം വിളിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇന്നലെ കേന്ദ്ര വക്താക്കൾ. പക്ഷെ അമേരിക്ക പറയുന്നതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ ആരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ കേട്ടിട്ടുമില്ല. കശ്മീർ വിഷയത്തിൽ മറ്റൊരാളെ മൂന്നാമതൊരു കക്ഷിയെ ഉൾപ്പെടുത്തുന്ന രീതി ഇന്ത്യക്കുമില്ല. അപ്പോൾ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? അതിലൊരു മറുപടി എന്താകാനാണ് സാധ്യത? ഇന്നലെ ആദ്യത്തെ ട്വീറ്റ് വരുന്നത് ട്രംപിന്റെ ആണ്. അപ്പം ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്ന് പറഞ്ഞ് അദ്ദേഹം വരികയും അതിനുശേഷം വെടിനിർത്തലിലേക്ക് എത്തിയ ഇന്ത്യയിലെയും പാകിസ്ഥാനിലുമുള്ള നേതാക്കന്മാരെ, അവരുടെ കോമൺ സെൻസിനെയും ഗ്രേറ്റ് ഇന്റലിജൻസിനെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. അതേ തുടർന്ന് വീണ്ടും അദ്ദേഹം പറയുന്നത് വിൽ വർക്ക് വിത്ത് ബോത്ത് ടു സീ ഇഫ് സൊല്യൂഷൻ ക്യാൻ ബി അറൈവ്ഡ് അറ്റ് കൺസേണിംഗ് കാശ്മീർ എന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അഭിപ്രായം വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥനാകാൻ ഞാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റിലും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ വളരെ ഗൗരവപൂർണമായ ഹീറോയിക് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തത് ഞങ്ങളാണെന്ന് പറഞ്ഞ് അഭിമാന പുളകിതരാകുന്നുണ്ട് എക്സ്പോസ്റ്റില്. അങ്ങനെയാണ് ട്രംപിന്റെ പോസ്റ്റ് ഉള്ളത്. അതെ, അതാണ് പറയുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ഈ സംഘർഷത്തിൽ കഴിഞ്ഞ 48 മണിക്കൂർ, അത് മാർക്ക് റൂബിയോ പറയുന്നുണ്ട്, ട്രംപും പറയുന്നുണ്ട്, നടത്തിയിട്ടുള്ള ഈ ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കി എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇടപെടലാണ് ഈ വെടിനിർത്തലിലേക്ക് പോയത് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അമേരിക്ക നടത്തിയത്. അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ചെയ്ത്. അദ്ദേഹം ട്രംപിന് നന്ദി പറഞ്ഞു. അതുപോലെ അവിടുത്തെ സൈനിക മേധാവി ആസിഫ് മുനീറിന് 3 തവണ നന്ദി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്. ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അമേരിക്കൻ മീഡിയേഷൻ ഉണ്ടായിട്ടുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ത്യയുടെ ഇതപര്യന്തമുള്ള നിലപാട് കാശ്മീർ വിഷയം ഒരു ഉഭയകക്ഷി പ്രശ്നമാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അതിൽ ഒരു മൂന്നാം കക്ഷിയുടെ മാധ്യസ്ഥം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് ഇടപര്യന്തം എടുത്തത്. ആ പോളിസിയിൽ നിന്നൊരു മാറ്റം വന്നതായി ഇപ്പോഴത്തെ ഗവൺമെന്റ് സോഴ്സസിൽ നിന്നും ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇനി അത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ട്രംപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്
നടത്താൻ സാധിച്ചത് അഥവാ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഗവൺമെന്റ് സാധൂകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ തീർച്ചയായും അതാണ് ഗവൺമെന്റ് അതിന് മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.